അപ്പോൾ നമ്മൾ ഇതേപോലെ ഈച്ചകളൊന്നും പറക്കണ കാണില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആ കൂട് തുറന്നിട്ട് അതിലുള്ള തേന് നമ്മളിൽ എടുക്കുക പെട്ടെന്ന്. അത്യാവശ്യം നല്ല തേൻ തന്നെയാണ്. ഈ മുളം കുറ്റിയിലുള്ള തേൻ നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഓ, നല്ല തേനാണ്. ഒന്നെങ്കിൽ ചിലപ്പോൾ നമ്മളിവിടെ ഇത് വെച്ച സ്ഥലം ചിലപ്പോൾ നല്ല വെയിൽ തട്ടണ അല്ലെങ്കിൽ ചൂട് തട്ടണ സ്ഥലമാവാം ചിലപ്പോൾ പോയത്. അങ്ങനെയാവാം ഈ തേൻ ഇവിടെ ഇത് ഉരുകിയത് കാണുമ്പോൾ അങ്ങനെ ഒരു ചാൻസ് കൂടി ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെറുതേനീച്ച കൂട് വെക്കുമ്പോൾ നല്ല തണലുള്ള സ്ഥലം നോക്കിയിട്ട് നല്ല വെയിലൊന്നും ചൂടൊന്നും തട്ടാതെ, ഇത് നമ്മൾ നേരിട്ട് ചൂട് തട്ടിട്ടില്ലെങ്കിലും ഒരു ഷീറ്റിൻ്റെ തൊട്ടത്തായിരുന്നു. അപ്പോൾ അങ്ങനെ ആവാം ചിലപ്പോൾ ഇത് പോയത്. ഇത് ചെറുതേന ആയതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇത് ഈ ലെവലിൽ നമുക്കിപ്പോൾ തേനെടുക്കാൻ പറ്റിയത്. മറ്റുള്ള ഈച്ചകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉറുമ്പൊക്കെ കയറി ഇതിൽ തേനൊക്കെ കുടിച്ചു പോകാൻ സാധ്യത ഉണ്ടായിരുന്നു. ഇത് ചെറുതേന ആയതുകൊണ്ട് ഇതിറ്റുള്ള എൻട്രൻസ് കൂടെ ഒരു കാരണവശാലും ഒരു ഉറുമ്പിനോ അല്ലെങ്കിൽ വേറെ ഏതൊരു ജീവികൾക്കോ കയറാൻ കഴിയില്ല. അത്രയും പശയും മെഴുകൊക്കെ ഒട്ടിച്ച് വെച്ച് നല്ല സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് അവരെ കൂട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിത് എടുക്കാൻ തന്നെ പറ്റിയത്. അപ്പോൾ ഇത് നമ്മളിനി അടച്ചു വെക്കുകയാണ്. ഇനി ഇത് വേണമെങ്കിൽ ആ കൂടെ ഇരുന്നതിന് സ്ഥാനത്ത് തന്നെ അത് കൊണ്ടുപോയി വെക്കുക. അഥവാ ഏതെങ്കിലും കോളനികൾ സെറ്റ് പിരിഞ്ഞ് വരിക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോളനികൾ പിരിഞ്ഞ് വരുമ്പോഴൊക്കെ ഇങ്ങനത്തെ ബോക്സുകളിലൊക്കെ കയറും. കൂട് ഉപേക്ഷിച്ച് പോയി എന്ന് കരുതിയാണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ കൂടെടുത്ത് മാറ്റി അവിടുന്ന് ആ സ്ഥാനത്ത് തന്നെ മാറ്റേണ്ട കാര്യമൊന്നുമില്ല. ഈ പെട്ടികളൊക്കെ അതേപോലെ തന്നെ അവിടെ തന്നെ വെക്കാം. നമുക്ക് ഏതെങ്കിലും കോളനികൾ ചിലപ്പോൾ അങ്ങനെ നമുക്ക് അതേമാതിരി കുറേ കോളനികൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ സ്ഥാനത്ത് തന്നെ ഇത് കൊണ്ടുപോയി വെക്കാം. ഓക്കെ.